ചേച്ചി ഇനി റെഡി ആയില്ലെങ്കിൽ അച്ഛമ്മ നമ്മളെ കൊല്ലും. അച്ഛൻ കല്യാണത്തിന് സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചേച്ചി ഇന്ന് അച്ഛന്റെ കല്യാണമാണോ? അച്ഛമ്മ പറഞ്ഞു ഞങ്ങളുടെ കൂടെ റെഡിയാവാൻ. വീട് എല്ലാം അങ്കടിച്ചു. നീതു മോളെ, നമ്മൾ എന്താ ഈ കുട്ടികളോട് പറയാ? ഗീതമ്മ വരൂലേ? ഞാൻ എന്താ മക്കളെ പറയണ്ടേ, എനിക്കറിയില്ല. നമുക്ക് എന്തായാലും റെഡിയാകാം. അച്ഛൻ ഇതിന് സമ്മതിച്ച സ്ഥിതിക്ക് ഇനി നമ്മൾ റെഡിയാകാതിരുന്നിട്ട് എന്താ കാര്യം? വാ, ഞാൻ എല്ലാവർക്കും പട്ടോടെയൊക്കെ ഇട്ട് തരാം. നമുക്ക് പോകാം. ലക്ഷ്മി ആന്റി പൊന്നി വേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ചേച്ചി പറ, നിങ്ങൾ ഇതുവരെ റെഡിയായില്ലേ? ഇന്നെന്റെ അമ്മയുടെ കല്യാണ. വേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടമല്ല. എന്റെ അമ്മ പാവ. പൊന്നിയുടെ പൊക്കോ. എന്റെ മുല്ലപ്പ് കണ്ടോ? നിന്റെ മുല്ലപ്പ് ഞങ്ങൾക്ക് കാണണ്ട. പൊന്നി വെറുതെ കുട്ടികളെ ദേഷ്യം പിടിപ്പിക്കണ്ട. പൊന്നി അപ്പുറത്തേക്ക് പോയിക്കോ, ഞങ്ങൾ റെഡിയായിട്ട് വന്നോളാം. ലിപ്സ്റ്റിക് ഇട്ട് തരുവോ? ലിപ്സ്റ്റിക് ഒന്നും ഇടാനുള്ള മാനസികാവസ്ഥയിലല്ല ഞങ്ങൾ. പൊന്നിക്ക് പറഞ്ഞാൽ മനസ്സിലാകൂലേ? പൊന്നി അപ്പുറത്തേക്ക് പോയിക്കോ. അവിടെ അച്ചാമ്മ രശ്മി ആന്റിയൊക്കെ ഇല്ലേ, അവരുടെ അടുത്തേക്ക് പോയിക്കോ. മതവന്റെ മാത്ര എന്റെ ലക്ഷ്മി ആന്റി പറഞ്ഞതാ. അതെന്റെ അച്ഛ. നീ മിണ്ടായിരുന്നോ? ഇന്ന് മുതൽ എന്റെ മാത്ര അച്ഛ. അപ്പൊ നിന്റെ അച്ഛനെ അവിടെ പോയി? കുണുക്കി വേണ്ട, അവളെ അവളുടെ വഴിക്ക് വിട്ടേക്ക്. അവള് കുഞ്ഞല്ലേ. നിങ്ങൾ ഇങ്ങോട്ട് വാ. പൊന്നി പോയി ചെല്ല്, അപ്പുറത്തെ മുറിയിലേക്ക് പോയിക്കോ. ലിപ്സ്റ്റിക് കിട്ടാണ് ഞാൻ പോകൂല. ഇവിടെ ഒരു ലിപ്സ്റ്റിക് ഞാൻ ഇട്ട് കൊടുക്കാം. അയ്യോ കുണുക്കി, നീ എന്താ അവളുടെ ചുണ്ടത്ത് കാണിച്ചേ? ഇവിടെ ഇങ്ങോട്ട് ഇട്ടാ മതി ലിപ്സ്റ്റിക്. അയ്യേ, ഇവിടെ മുഖം കണ്ടോ? മക്കളെ, നിങ്ങൾ റെഡിയാക്കാൻ തുടങ്ങിയില്ലേ? അയ്യോ, ഇത് എന്താ ഇപ്പൊ തുടങ്ങാൻ കല്യാണ നിശ്ചയം? നിങ്ങൾ വേഗം ആ പട്ടുപാട ഇട്ടെ. മുടിയൊക്കെ ഇങ്ങനെ തന്നെ മതി. ആ പട്ടുപാട മാത്രം ഇട്ടിച്ചിട്ട് പൗഡർ ഇട്ട് ഇങ്ങ് വാ. ഞങ്ങളെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല അച്ഛമ്മ, പ്ലീസ്. എടി, ഇന്നലെ നിന്നോടൊക്കെ തന്നെയല്ലേ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഇന്ന് വീണ്ടും പഴയതുപോലെ ആയോ? വേഗം റെഡിയാക്. നിങ്ങൾ സഹകരിച്ചില്ലേ മാധവൻ പിന്നെ സമ്മതിക്കില്ല. പിന്നെ അറിയാലോ, അവൻ ഒറ്റപ്പെടും. അവൻ കരഞ്ഞ് നിങ്ങളുടെ അമ്മേനോർത്ത് അവന് രോഗിയാകും. പിന്നെ നിങ്ങൾക്ക് ആശുപത്രി പോയി അവനെ കണ്ടുവരും. അച്ഛമ്മ പോയിക്കോ, ഞങ്ങൾ റെഡിയായി വന്നോളാം. ഓ, ഞങ്ങൾ റെഡിയായി വന്നോളാം. ഇനി 1/2 മണിക്കൂർ തികച്ചില്ല പരിപാടി തുടങ്ങാനായിട്ട്. നിങ്ങളുടെ അച്ഛൻ അവിടെ റെഡിയായി, പിന്നെ നിങ്ങൾക്ക് റെഡിയാകാനാണോ കുഴപ്പം? ഈ പൊന്നുമോളെ നോക്ക്, അതൊരു കുഞ്ഞല്ലേ? അതുവരെ റെഡിയായി നിൽക്കുന്നു. നല്ല സുന്ദരിയായിട്ടൊന്ന് നോക്കിയേ. അച്ഛമ്മേ, അയ്യോ, ഇതെന്ത് കോലം? ഇതാരാ നിന്നെ ഇങ്ങനെ കാണിച്ചേ? നിന്നെ നന്നായിട്ട് ഒരുക്കിയല്ലേ ഇങ്ങോട്ട് വിട്ടേ? എടി കുണിക്ക്, നിന്റെ കുറുമ്പ് ഇത്തിരി കൂടുന്നുണ്ട്. ഇത്ര അസൂയ പാടില്ല. നിന്നേലും ഭംഗിയുള്ളത് കൊണ്ടല്ലേ നീ ഈ കുട്ടീനെ ഇതേപോലെ ലിപ്സ്റ്റിക് ഇട്ട് നശിപ്പിച്ചത്. ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. ഈ ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇതിനുള്ള മറുപടി ഞാൻ തരാം. വേഗം എല്ലാം റെഡിയായി വാ, ഇല്ലെങ്കിൽ വിവരം അറിയും. വേണ്ട മക്കളെ, ഇനി തല്ലു പിടിക്കണ്ട. നമ്മൾ തല്ലു പിടിച്ച് വിഷമിച്ച് അച്ഛന് സങ്കടപ്പെടും. അച്ഛന് വേണ്ടിയിട്ട് നമുക്ക് സന്തോഷത്തോടെ ഈ പരിപാടി അറ്റൻഡ് ചെയ്യാം. ഞാൻ എല്ലാവരും റെഡിയാക്കാം. ഓ, എന്തൊരു ചേലന്റെ രശ്മി മോളെ, നിന്നെ കാണാൻ അസലായിട്ടുണ്ട്. ആന്റി, ഇത് ഓവറായെന്ന് എനിക്ക് തോന്നുന്നേ. ഇത്രയൊന്നും വേണ്ടായിരുന്നു. ആന്റി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരുങ്ങിയത്. എനിക്കെന്തോ ഇതൊക്കെ ഊരി മാറ്റട്ടെ. സാധാ ഒരു സാരി എടുത്തൊടുക്കാം. വെറും കല്യാണ നിശ്ചയമല്ലേ. ഇത് ഊരാനോ? എന്താ നീ പറയുന്നത്? അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ തന്നെ മതി. അത് ആന്റി, ആദ്യത്തെ കല്യാണമല്ലല്ലോ, രണ്ടാമത്തെ അല്ലേ. അപ്പൊ പിന്നെ അതാ കുറച്ചും കൂടി സിമ്പിളായിട്ട് ഒരുങ്ങിയാൽ മതിയായിരുന്നു. ആ ചിന്ത തന്നെ നീ മാറ്റണം. ആദ്യത്തെ കല്യാണം, രണ്ടാമത്തെ കല്യാണം എന്നൊന്നുമില്ല. നിന്റെ മാധവന്റെ തമ്മിലുള്ള ആദ്യ കല്യാണമല്ലേ, അങ്ങനെ കണ്ടാൽ മതി. ഒന്നിനൊരു കുറവ് വരരുത്. മാധവൻ ചേട്ടന്റെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല. അതുകൊണ്ട് എനിക്ക് എന്തോ പോലെ. അവന്റെ മുഖത്തൊക്കെ സന്തോഷം താനെ വന്നോളും. ആർക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകൂലേ ഭാര്യ മരിച്ചതിന് വേറെ കെട്ടാൻ. അത് അങ്ങനെ നീ കണ്ടാ മതി. അതൊക്കെ മാറും. എല്ലാ കാലം ഒരുപോലെ ഇരിക്കില്ലല്ലോ. പൊന്നിമോൾ എവിടെ ആന്റി? പൊന്നിനെ മാധവന്റെ 4 മക്കളെയും പറ്റി നീ ആലോചിക്കണ്ട. അവരെല്ലാം ഇന്ന് ഞാൻ നോക്കിക്കോളാം. ഇന്ന് നീയും മാധവന് മാത്രം മതി. മാധവൻ ചേട്ടൻ റെഡിയായോ? അവനൊക്കെ നേരത്തെ റെഡിയായി. എന്തായാലും ഇനി മുഹൂർത്തം ആവാനായിട്ടൊരു 15 മിനിറ്റേ ഉള്ളൂ. അപ്പൊ നീ ഇറങ്ങിയാ മതി. ചെറുതായിട്ടൊരു ഉറപ്പിക്കലേ. ഉടനെ ഒരു 2 ആഴ്ച അതിന്റെ അപ്പുറം പോകണ്ട. നമുക്ക് കല്യാണം നടത്താം. അല്ലേലേ ശരിയാകൂല. ആ 4 പിള്ളേരും അത്ര രസത്തിലല്ല. അവരുടെ മനസ്സ് മാറണേ മുമ്പ് കെട്ടിക്കണം. ഓ, ഒരു 4 മക്കള് വേറെ ആർക്കും ഇല്ലാത്ത പോലെ. എല്ലാത്തിനും ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. എത്ര നേരമായി വണ്ടി നോക്കി നിൽക്കുന്നു. ഇതെന്താ വരാത്തേ? ഗീത, നീ ഇങ്ങനെ വിഷമിക്കാതെ. നിന്റെ പോലെ ഗ്രാമമൊന്നും അല്ല ഇത്. ഇത് കാട്ടിലെ മലയിടുക്കാണ്. ഇതിലേക്ക് വരുന്ന പ്രത്യേക ഒരു ജീപ്പുണ്ട്. അത് കിട്ടി സാവധാനമേ അതിനിവിടെ എത്താൻ പറ്റൂ. നീ പ്രതീക്ഷിക്കുന്ന വേഗമൊന്നും അതിനുണ്ടാവില്ല. എനിക്ക് വയ്യ, ശരീരം തളരുന്നു. അത് നീ ഒരേ നിപ്പ് നിന്നിട്ടാ. നിന്നോട് എത്ര തവണ പറഞ്ഞു. നീ ഇപ്പോഴും പൂർണ്ണമായും ഇതിൽ നിന്ന് മുക്തി നേടിയിട്ടില്ല. നീ ഇവിടെ കിടക്കൂ. നിന്റെ ശരീരം അധികം അനക്കണ്ട. നീ വീട്ടിലേക്ക് പോയാലും ആശുപത്രിയിൽ പോയി ഉടനെ ചികിത്സ നേടണം. ആശുപത്രിയിലൊക്കെ ഞാൻ പോകാം. അതിനു മുമ്പ് എനിക്ക് വീട്ടിലെത്തണം. അതെ, നമ്മൾ വീട്ടിലേക്കല്ലേ പോകുന്നത്. നീ ദയവ് ചെയ്ത് കിടക്കൂ. ഇങ്ങനെ നിന്നാ നീ കുഴഞ്ഞു വീണു പോകും. പിന്നെ ജീപ്പിൽ നിന്നെ കൊണ്ടുപോകുന്നത് ആശുപത്രിയിലേക്കായിരിക്കും, നിന്റെ വീട്ടിലേക്കാവില്ല. അയ്യോ, അത് വേണ്ട. എനിക്ക് ആദ്യം വീട്ടിൽ പോയാൽ മതി.
ഞാൻ ഇവിടെ കിടന്നോളാം. വണ്ടി വരുമ്പോ എന്നെ വിളിച്ചാ മതി. വേഗവോളം കാത്തില്ലേ നീ? ഇനി 6 കാക്കാനാണോ പ്രയാസം? നീ ഇവിടെ കിടക്കോ, വണ്ടി വരട്ടെ. എന്തായാലും ഇവിടെ നിന്നൊരു 3-4 മണിക്കൂറുണ്ട് നിന്റെ വീട്ടിലേക്ക് എത്താൻ. ഇന്ന് തന്നെ നമുക്ക് എത്താൻ കഴിയും. ഓ, എന്തൊരു ചേർച്ച, എന്തൊരു ഐശ്വര്യം. നിങ്ങൾ തന്നെയായിരുന്നു ചേരേണ്ടത്. ആ, കാലത്തിന്റെ ഓരോ ഗതികേട് പലതും നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഇനിയെങ്കിലും നീ സന്തോഷമായിട്ട് ജീവിക്കണോ എന്റെ മാധവ. പൊന്നുമോളെ, മണവാട്ടിയാകുന്നത് ചിങ്ങത്തില. ഇനിയും എന്റെ 2 ആഴ്ച കൂടി. അതുവരെ കാത്തിരിക്കെ. ഇപ്പൊ നമ്മ ഇവരുടെ കല്യാണം ഒന്ന് ഉറപ്പിച്ചു വെച്ചതേ ഉള്ളൂ കേട്ടോ. ആ, ചടങ്ങ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. ഞാൻ എല്ലാവർക്കും ഉള്ള സദ്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മരു മാധവേട്ട, നമുക്ക് സദ്യ കഴിക്കാൻ പോകാം. നിങ്ങൾ എല്ലാവരും കൂടി കഴിച്ചോളൂ, എനിക്ക് വേണ്ട. അമ്മ പറഞ്ഞത് ഞാൻ അനുസരിച്ചു. ഇനി കൂടുതലൊന്നും എനിക്ക് പറ്റില്ല. ആന്റി ഇത് കേട്ടോ? ഓ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ആ, രശ്മി മോൾ അതൊന്നും കാര്യമൊക്കണ്ട. അവന് കഴിക്കാൻ സമയമായിട്ടില്ല, അതുകൊണ്ടാ. മോൾ ഇങ്ങോട്ട് മറിക്കേ, ഞാൻ പറയട്ടെ അവനോട്. എടാ മാധവ, നിനക്ക് മര്യാദയില്ലേ? ഇനി പണ്ടത്തെ പോലെ രശ്മിനെ ഒഴിവാക്കാനോ അവഗണിക്കാനോ പറ്റില്ല. നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു. ആ ചടങ്ങ് ഇപ്പൊ കഴിഞ്ഞത്. ഇങ്ങനെ ഒരു പൊട്ടൻ എന്ത് നോക്കി നിൽക്കുവാ പിള്ളേരെ? വേഗം നിങ്ങളുടെ അച്ഛനെയും രശ്മിയമ്മേനെയും വിളിച്ച് വേഗം സദ്യ വിളമ്പി കൊടുക്കൂ. അതിന് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ നീതിനോടും നിത്യനോടോ പറഞ്ഞേ. ചേച്ചിക്ക് പറ്റില്ല. എന്ത് പറഞ്ഞടി? ഇവളുടെ അഹങ്കാരം. അമ്മ നിർത്താ. ഇവള് പറഞ്ഞത് നീ കേട്ടില്ലേടാ? എന്തൊരു അഹങ്കാരം ഈ ദുഷിച്ച കൊച്ചിന്. ഓ, ഇവളുടെയൊക്കെ തലവര കാരണം 3 വയസ്സായപ്പോ തന്നെ അമ്മ പോയത്. എന്നിട്ടും കണ്ടില്ലേ അഹങ്കാരം. അമ്മ ഒരു അക്ഷരം വേണ്ടി പോകരുത്. അമ്മ എന്താ വിചാരിച്ച എന്റെ മക്കളെ എന്തും പറയാന്നോ? നിന്റെ മക്കള് മര്യാദ ഉണ്ടോടെ ഈ പിള്ളേർക്ക്? ഈ ചടങ്ങ് കഴിഞ്ഞ് ഞാൻ എല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് വിളമ്പി കൊടുക്കാനുള്ള മനസ്സ് പോലും ഇല്ലെങ്കിൽ എന്ത് മക്കളാടാ നിന്റെ? ഓഹോ, നീ അടിക്കാറായ? എന്നാ കാണണമല്ലോ. അച്ചാമ്മ പ്ലീസ് ഒന്ന് നിർത്ത്. അവള് കുഞ്ഞല്ലേ, അവൾക്ക് സഹിക്കാൻ പറ്റാനിട്ട് എങ്ങനെയൊക്കെ പറയുന്നേ. ഞങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അച്ചാമ്മ ഒന്ന് പോയി ഇവിടെന്ന്. അതെടി, ഞാൻ പോകാം. നിന്റെയൊക്കെ അമ്മ മരിച്ചപ്പോ 5-6 മാസം ഇവിടെ നിന്ന് അടുക്കള പണിയെടുത്ത് നിന്നെയൊക്കെ സ്കൂളിൽ വിട്ടത് ഞാനാ. അവസാനം കാര്യം കഴിഞ്ഞപ്പോ ഞാൻ പോകാം. അയ്യോ ആന്റി വേണ്ട, നല്ലൊരു ദിവസമല്ലേ, അവരങ്ങനെയൊക്കെ പറയട്ടെ. ആന്റി എങ്ങ് വഴക്കിടല്ലേ. എന്റെ രശ്മി മോളെ, നീ ഒരു പാവമായി പോയല്ലോ. ഓ, ഇനിയും ഇവളുടെ അഹങ്കാരം സഹിച്ചു കൊടുക്കാൻ വയ്യ. ഇവളെ ഞാൻ തൊട്ടുപോകരുത് എന്റെ കുഞ്ഞിനെ. ഗീതേ, ഗീതേ, നീ ഇല്ലാതെ ഞാൻ എത്ര സങ്കടപ്പെട്ടു. നീ എവിടെയായിരുന്നു ഇത്ര നാൾ? നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. നിന്റെ ബോഡി ഇവിടെ കൊണ്ടുവന്നു, അത് ആരുടെയാ? ഒന്നും എനിക്കറിയില്ല. പക്ഷേ എന്റെ ഗീത വന്നല്ലോ, എനിക്ക് അത് മതി. എല്ലാം ഞാൻ പറയാം മാധവേട്ട. എനിക്കിപ്പോ തീരെ ആരോഗ്യമില്ല. എനിക്ക് വയ്യ. എനിക്ക് ശരി ശരി, നീ വന്നല്ലോ, അത് മതി. നമുക്ക് വേഗം ആശുപത്രി പോകാം. നിന്റെ മുറിവുകളൊക്കെ ചികിത്സിക്കണം. നീ പിന്നെ എല്ലാം പറഞ്ഞാൽ മതി. നിന്നെ കണ്ടല്ലോ, അത് മതി ഞങ്ങൾക്ക്. എന്റെ ദൈവമേ, എന്നാൽ ഈ ഗീത എങ്ങനെ? അമ്മേച്ചന്റെ കല്യാണമോ? അതിന്റെ ഒരുക്കങ്ങളാണോ ഈ വീട് മുഴുവനും? രശ്മി എന്താ വധുവിന്റെ വേഷത്തില്? മാധവൻ ചേട്ടനുമായിട്ട് രശ്മിയുടെ കല്യാണമായിരുന്നു. അങ്ങനെയൊന്നും ഇല്ല ഗീതേ, അങ്ങനെയൊന്നുമില്ല. നീ വന്നില്ലേ, നീ അതൊന്നും പറയണ്ട. നമുക്ക് ആശുപത്രി പോവാം. എങ്ങനെയൊന്നും ഇല്ലെന്ന് നീ ഇതേപോലെ തോന്നണ പോലെ ഒരു പോക്ക് പോയിട്ട് 5-6 മാസം കഴിഞ്ഞ് കയറി വന്നാൽ എങ്ങനെയാ? വെറുതെ രശ്മിനെ ആശിപ്പിച്ചു, അവളുടെ കൊച്ചിനെ. ഓ, അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഇന്ന് മാധവന്റെ രശ്മിയുടെ കല്യാണ നിശ്ചയ. നീ വന്ന സ്ഥലത്തേക്ക് തന്നെ പോകുന്നതാ നല്ലത്. മിണ്ടി പോകരുത്. അമ്മേനോട് ഞാൻ പറഞ്ഞോ രശ്മിനെ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ? കൊണ്ടുവന്നത് അമ്മയാണെങ്കിൽ അമ്മ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തിരികെ കൊണ്ടുപോയിക്കൊള്ളണം. വേണ്ട, മാധവ ചേട്ടൻ കല്യാണത്തിന് സമ്മതിച്ചതല്ലേ, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ 4 മക്കളെ ഞാൻ വിട്ടു തരില്ല. അവരെ ഞാൻ കൊണ്ടുപോയി വളർത്തിക്കോളാം എന്റെ വീട്ടിലേക്ക്. ഗീതേ, അങ്ങനെ പറയല്ലേ അമ്മേ. അച്ഛൻ പാവം അമ്മേ. അച്ഛമ്മയുടെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ അച്ഛൻ ഇതെല്ലാം സഹിച്ചേ. അച്ഛൻ ഞങ്ങളെ പൊന്നു പോലെയാ നോക്കിയേ. അമ്മേനെ ഓർത്ത് അച്ഛൻ എന്നും കരയുമായിരുന്നു. അമ്മ പോയ പിന്നെ മര്യാദക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അച്ഛനൊരു രോഗിയായി തീരുമെന്ന് പേടിച്ചിട്ടാ ഞങ്ങൾ സമ്മതിച്ചേ. അല്ലാതെ അച്ഛന് രശ്മി ആന്റിനെ ഇഷ്ടമല്ല അമ്മേ. ഗീതേ, ദയവ് ചെയ്ത് നീ എന്നെ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ എന്റെ ജീവൻ പോകും. ആന്റി, ഈ നാടകമൊന്നും കാണാൻ എനിക്ക് വയ്യ. മോളെ രശ്മി, ആന്റി എന്നെ കോമാളി വേഷം കെട്ടിച്ചേ. ഓ, ഇനി ഞാനൊരു നിമിഷം ഇവിടെ നിൽക്കില്ല. അയ്യോ മോളെ, പാവം എന്റെ മോള്. എടാ, ഒന്നും പറയണ്ട, അമ്മയും കൂടി അവളുടെ പുറകെ പോയിക്കോ.